കർത്താവ് നമ്മുടെ പ്രാർത്ഥനയും യാചനയും കേട്ടതിനായി നമുക്ക് ദൈവത്തെ ഒരിക്കൽ കൂടി മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം ഇന്ന് രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമേറിയ ഈ സന്ധ്യാവേളയിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും പ്രാർത്ഥിപ്പാനും ആരാധിപ്പാനും കർത്താവിന്റെ മാറ്റമില്ലാത്ത ശുശ്രൂഷയുടെ ഭാഗമാകുവാനും കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിച്ചു കൊണ്ടിരിക്കുന്ന നല്ല വിധങ്ങൾക്കായി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. യഹോവ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അല്പം കൊണ്ടോ അധികം കൊണ്ടോ രക്ഷിപ്പാൻ യഹോവയ്ക്ക് പ്രയാസമില്ലല്ലോ. ആകയാൽ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന അനേകര് നമ്മുടെ മധ്യത്തിലുണ്ട്. അവരെയൊക്കെ ഓർത്ത് ഇന്നും നാളെയും പ്രാർത്ഥിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സ്വതം നിങ്ങൾക്കാകാത്തത് നിങ്ങൾ എന്റെ അടുക്കൽ കൊണ്ടുവരുവിൻ എന്നാണ് കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം. ആകയാൽ അതുപോലെ തന്നെ നമുക്ക് പറ്റാത്തത് സ്വതന്ത്രം നമ്മളെ കൊണ്ട് അസാധ്യമെന്ന് കരുതുന്നത് നമുക്ക് ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ആ അത്ഭുത കരം സ്വതന്ത്രം നമ്മളെ പിടിപ്പിക്കുവാൻ തക്കവണ്ണം മതിയായവൻ തന്നെ ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നല്ലോ. ആകയാൽ കർത്താവ് നമ്മളോട് കാണിക്കുന്ന ദയ, കൃപ, കരുണ എല്ലാം വലുതാണ്. സ്തോത്രം. ആകയാൽ ദിവസങ്ങളിൽ സ്തോത്രം നമുക്ക് നമ്മളെ തന്നെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കാം. ഇപ്പോ നമ്മുടെ മധ്യത്തില് ശ്രേഷ്ഠ ദൈവദാസൻ ആൻസൺ പാസ്റ്റർ, അദ്ദേഹം നമുക്ക് സുപരിചിതനാണ്. സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ പ്രിയ ദേവദാസൻ നമ്മുടെ മധ്യത്തിൽ കടന്നു അതിശക്തമായി ദൈവിക ദൂത് വിളിച്ചു പറയുകയും അത് നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന പലവർക്കും ഒരു അത്ഭുത വിടുതലിന് കാരണമാകുവാനൊക്കെ ഇടവന്നല്ലോ. സ്തോത്രം. ഇന്ന് രാത്രികാലവും കർത്താവിന്റെ ദാസനെ നമ്മുടെ മധ്യത്തില് സ്തോത്രം കർത്താവ് തന്നെയാണ് അയച്ചത്. സ്തോത്രം. ആകയാൽ നമ്മുടെ ആത്മീയ നിലങ്ങൾ നമ്മൾ വളരെ ഒരുക്കത്തോടെ, കുതുകത്തോടെ, താല്പര്യത്തോടെ, ആദരവോടെ, ഭയഭക്തി ബഹുമാനത്തോടെ ആയിരുന്നാൽ ദൈവാത്മാവ് പ്രിയ ദാസനിലൂടെ മോശയുടെ വായോടുകൂടെ ഇരുന്നുകൊണ്ട് ജനത്തോട് സംസാരിച്ചതുപോലെ ഇന്ന് രാത്രികാലം കർത്താവിന്റെ ദാസനിലൂടെ ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുവാൻ ഇടയാകും. ആകയാൽ എല്ലാവരും വളരെ കുതുകത്തോടെ ആയിരിക്കാം. മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ ശബ്ദം ഇന്ന് കേൾപ്പിക്കുവാൻ കർത്താവ് പ്രിയദാസനെയും ബലപ്പെടുത്തട്ടെ, സഹായിക്കട്ടെ. ഒരുമിച്ചുള്ള കൂടിവരവ്, പ്രാർത്ഥന, ആരാധന, ശുശ്രൂഷ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ വിടുതലും ആശ്വാസവുമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. പ്രിയ കർത്താവിന്റെ ദാസനെ വളരെ സ്നേഹത്തോടെ, ആദരവോടെ വചന ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ ഷിജു പാസ്റ്റർ, ബെറാഖ ഗോസ്പൽ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രിയ ദൈവമക്കൾ ഏവരെയും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തിൽ വന്ദനം ചെയ്യുന്നു. കർത്താവിന്റെ കൃപയാൽ ഇത് 2ാം തവണയാണ് നമുക്ക് ഒരുമിച്ച് ഓൺലൈനിൽ കർത്താവിന്റെ വചനവുമായിട്ട് ആയിരിക്കുവാൻ കർത്താവ് കൃപ ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ. നമുക്കിന്ന് സാധാരണ ഉപവാസ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ വിശ്വാസികൾ ആഗ്രഹിക്കുന്നത് ദൂതുകളും അത് കേട്ട് ആത്മാവിൽ നിറയപ്പെട്ട് ശക്തമായി ആരാധിച്ച് കൈയടിച്ച് കുറെ സമയം ദൈവത്തെ ആരാധിക്കുന്ന ഒരു രീതിയാണ് ഉപവാസ പ്രാർത്ഥനകളിൽ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ഇതും അങ്ങനെ ആകട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നു. പക്ഷേ പ്രിയ ദേവദാസനറിയാം, എൻ്റെ രീതി എന്ന് പറയുന്നത് വളരെ സാവധാനം വചനം ശുശ്രൂഷിക്കുന്ന ഒരു രീതിയാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ ശുശ്രൂഷിക്കപ്പെടുന്ന വചനം, പറയുന്ന വാക്കുകൾ സാവധാനം നമ്മളുടെ ഹൃദയത്തിലേക്ക് വീണിട്ട് അത് ഒരു വിത്ത് സാവധാനം വേര് ഇറങ്ങി മുളച്ച് വരുന്നത് പോലെ അത് നമ്മുടെ ഹൃദയത്തിൽ മുളച്ചു വരണം. അതിന് കുറച്ച് സാവധാനം സമയം ആവശ്യമാണ്. അപ്പോൾ തന്നെ നമുക്ക് ആത്മാവിൽ നിറയപ്പെട്ട് സ്തോത്രം. ഇപ്രകാരമാണല്ലോ അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. പത്രോസ് വചനം സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ വചനം കേട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി. അവർ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവരായി തുള്ളി ചാടി ആനന്ദിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി, അന്യഭാഷകളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി നാം കാണുന്നു. അപ്പോൾ വചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ആത്മനിറവുണ്ടാകുവാൻ, നാം ദൈവത്തെ ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുവാൻ കർത്താവ് ഇടവരുത്തട്ടെ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് സന്തോഷത്തോടെ സ്തോത്രം ക്രിസ്തുവിൽ ആനന്ദത്തോടെ ഒരു പാട്ടിന്റെ ഈരടികൾ 1-2 ഈരടികൾ പാടിക്കൊണ്ട് നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. കർത്താവ് എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. മാറാത്ത സ്നേഹിതൻ
മാനുവേൽ തൻ തിരു മാറിടം ചാരിടും ഞാൻ ദിനവും പാരിടമാകവേ മാറിടും നേരവും ചാരിടാൻ തൻ തിരു മാറിടമാ മാറാത്ത സ്നേഹിതൻ മാനുവേൽ തൻ തിരു മാറിടം ചാരിടും ഞാൻ ദിനവും. സ്തോത്രം. നമുക്ക് ധ്യാനത്തോടെ മാറാത്ത ആ സ്നേഹിതൻ നമ്മുടെ കർത്താവ്, ആ കർത്താവിന്റെ മാർവിടത്തിലേക്ക് ചാരി ഇരുന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഈ ഗാനം ആലപിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. മാറാത്ത സ്നേഹിതൻ മാനുവേൽ തൻ തിരു മാറിടം ചാരിടും ഞാൻ ദിനവും പാരിടമാകവേ മാറിടും നേരവും ചാരിടാൻ തൻ തിരു മാർവിടമാം. ഖേദമെന്നാകിലും മോദമെന്നാകിലും ഭേദമില്ലാത്തൊരു സ്നേഹിതനാണവൻ. ഖേദമെന്നാകിലും മോദമെന്നാകിലും ഭേദമില്ലാത്തൊരു സ്നേഹിതനാണവൻ. മേദിനിയിൽ വേദനകൾ ഏദിനമൊക്കെ എന്നറിഞ്ഞു മാറാത്ത സ്നേഹിതൻ മാനുവേൽ തൻ തിരു മാറിടം ചാരിടും ഞാൻ ദിനവും പാരിടമാകവേ മാറിടും നേരവും ചാരിടാൻ തൻ തിരു മാറിടമാ. ഭാരങ്ങളേറുമീ പാരിൽ നാൾ തോറുമൻ ഭാരം ചുമന്നിടും കർത്തനേശുദാൻ. ഭാരങ്ങളേറുമീ പാരിൽ നാൾ തോറുമൻ ഭാരം ചുമന്നിടും കർത്തനാണേശുദാൻ. ആത്മപ്രിയൻ നല്ലിടയൻ ആർദ്രതയന്നെ പിന്തുടരും. ആത്മപ്രിയൻ നല്ലിടയൻ ആർദ്രതയന്നെ പിന്തുടരും. മാറാത്ത സ്നേഹിതൻ മാനുവേൽ തൻ തിരു മാറിടം ചാരിടും ഞാൻ ദിനവും പാരിടമാകവേ മാറിടും നേരവും ചാരിടാൻ തൻ തിരു മാറിടമാം. പാരിടമാകവേ മാറിടും നേരവും ചാരിടാൻ തൻ തിരു മാർവിടമാം. ഹല്ലേലൂയ. ഭാരങ്ങളേറുന്ന ഈ ലോകത്തിലപ്പ ഞങ്ങളുടെ ഭാരങ്ങളെല്ലാം ചുമക്കുന്ന കർത്താവാണല്ലോ അവിടുന്ന്. സ്തോത്രം. ഞങ്ങളുടെ ആത്മപ്രിയൻ, ഞങ്ങളുടെ നല്ല ഇടയൻ. ഹല്ലേലൂയ. അവിടുത്തെ ആർദ്രതയും കരുണയും ഞങ്ങളെ പിന്തുടരുമെന്ന് കർത്താവേ. ഹല്ലേലൂയ. പാട്ടുകാരനൊപ്പം ചേർന്ന് പാടുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിച്ച വൻകൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവെ. 3 ദിവസത്തെ ഉപവാസത്തിലായിരിക്കുന്ന ബെരാഖ ഗോസ്പൽ മിനിസ്ട്രിയെ പ്രിയ കർത്തദാസൻ ഷിജിയോടൊപ്പം കർത്താവെ സ്തോത്രം ഞങ്ങൾ ഒരുമിച്ച് ഈ ജനത്തോടൊപ്പം ഒരുമിച്ച് കർത്താവെ സ്തോത്രം അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, കരേറ്റി പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇവിടെ എല്ലാ പ്രാർത്ഥന വിഷയങ്ങളും ദൈവമായ കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ. അവിടുത്തെ സന്നിധിയിൽ കരയറട്ടെ പിതാവേ. വരുന്ന ദിവസങ്ങൾക്ക് ദൈവമായ കർത്താവെ വലിയ സാക്ഷ്യങ്ങളുടെ ദിനങ്ങളാക്കിയുടെ ദൈവമായ കർത്താവ്. അവിടുത്തെ വരവ് താമസിച്ചാൽ കർത്താവെ അടുത്ത സഭായോഗത്തിൽ അനേകർ അവർ അനുഭവിച്ച അത്ഭുതങ്ങളെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട ഉപവാസ പ്രാർത്ഥനയായിട്ട് അവിടുന്ന് ഈ പ്രിയമുള്ളവർക്ക് ഹല്ലേലൂയ കരുണ ചെയ്യുന്നതിനാൽ നന്ദിയോടെ സ്തുതിക്കുന്നു. അടിയനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടുകൾ സ്തുതിക്കുന്നു യേശു ക്രിസ്തുവിന്റെ പുനരുനാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. ഒരിക്കൽ കൂടെ എല്ലാവരെയും സ്നേഹാദരവോടെ വന്ദനം ചെയ്യുന്നു. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നലെ പ്രിയ കർത്തൃദാസൻ എന്നെ ഈ ദൗത്യം ഏൽപ്പിച്ച് വിളിച്ചപ്പോൾ തന്നെ ദൈവസ്ഥാനത്തിൽ ഇരുന്നു. കർത്താവ് എനിക്കൊരു കുറിവാക്യം തന്നു. ആ കുറിവാക്യമായിരിക്കും കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ശുശ്രൂഷിക്കുന്നത്
എന്നാൽ ഇന്ന് ഈ മീറ്റിംഗിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ദൈവസ്ഥാനത്തിലിരുന്നപ്പോൾ കർത്താവ് എന്നോട് ഒരു ദൂത് പറഞ്ഞു, ഒരു വാക്യം എന്നെ കാണിച്ചു. 65-ാം പുസ്തകമാണെന്ന് പറഞ്ഞു, യൂദായുടെ ലേഖനമാണ്. ആ പുസ്തകം തുറന്നിട്ട് 5-6 വാക്യങ്ങൾ വായിച്ച് സഭയെ കേൾപ്പിക്കണമെന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞതുപോലെ ഞാൻ ചെയ്യുകയാണ്. യൂദായുടെ ലേഖനം 5-6 വാക്യങ്ങൾ വായിക്കുന്നു. ഇതിലൂടെ കർത്താവ് സഭയോട് എന്താണ് അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് ഒരുമിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കി ദൈവസന്നിധിയിൽ നമ്മെ തന്നെ പകർന്നു കൊടുക്കാം. നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർപ്പിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നത് എന്തെന്നാൽ. പ്രിയമുള്ളവരെ, എന്താണ് കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞിരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. വിടുവിക്കുന്നവൻ കർത്താവാണെന്ന് നാം സഭയായിട്ട്, മിനിസ്ട്രി ആയിട്ട് അറിഞ്ഞിരിക്കുന്നു. സൗഖ്യമാക്കുന്നവൻ കർത്താവാണ് എന്ന് നാം അറിഞ്ഞിരിക്കുന്നു. നീതീകരിക്കുന്നവൻ നമ്മുടെ ദൈവമാണെന്ന് നാം അറിഞ്ഞിരിക്കുന്നു. ഈ ലോകത്തിനും സ്വർഗത്തിനും മധ്യേ ഒരേ ഒരു മധ്യസ്ഥൻ മാത്രമേ ഉള്ളൂ. അത് ദൈവപുത്രനും നമ്മുടെ കർത്താവുമായ യേശു മശിഹ, യേശു ക്രിസ്തുവാണെന്ന് നാം വ്യക്തമായി അറിഞ്ഞിരിക്കുന്നു. അവന്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങളെല്ലാം മോചിക്കപ്പെട്ടിരിക്കുന്നു. അവനിൽ വിശ്വസിച്ച് അവന്റെ നാമത്തെ ഏറ്റുപറഞ്ഞ് അവന്റെ കൽപ്പനയാകുന്ന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഒരു സ്നാപകന്റെ കൈക്കീഴിൽ ജലത്തിൽ ഇറങ്ങി മുങ്ങി പൊങ്ങിയുള്ള സ്നാനം കഴിച്ച നമ്മുടെ എല്ലാം പാപങ്ങൾ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടിരിക്കുന്നു എന്ന് നാം അറിഞ്ഞിരിക്കുന്നു. സ്തോത്രം. നാം മാനസാന്തരപ്പെട്ടത് മൂലം നാം രക്ഷിക്കപ്പെട്ട നിമിഷം, യേശു ക്രിസ്തുവിനെ അറിഞ്ഞ നിമിഷം, സുവിശേഷം കേട്ട നിമിഷം, നാം ആ നിമിഷം മാനസാന്തരപ്പെട്ട് ആ നിമിഷം വരെയും നമ്മുടെ ജീവിതത്തിൽ പറ്റിപ്പോയ പാകപ്പിഴകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചതിനാൽ ദൈവമായ കർത്താവ് അവയൊന്നും ഹല്ലേലൂയ നമ്മുടെ മരണശിക്ഷയ്ക്കായി കണക്കിടാതെ നമ്മോട് ക്ഷമിച്ച് അതെല്ലാം കർത്താവ് തന്നെ പിന്നിലേക്ക് എറിഞ്ഞു കളഞ്ഞിരിക്കുന്നു എന്ന് നാം ഒരിക്കൽ അറിഞ്ഞിരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. നമ്മെ ഉയരത്തിൽ നിന്നുള്ള ശക്തിയാൽ നിറയ്ക്കുവാനായിട്ട് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു പിതാവിനോട് ചോദിച്ചിട്ട് പിതാവിന്റെ വാഗ്ദത്തമായ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ അയച്ചു എന്ന്, നാം പരിശുദ്ധാത്മ സ്നാനം ഏറ്റുവരെന്ന്, നാം ഉയരത്തെ ശക്തിയാൽ ബലപ്പെട്ടവരെന്ന്, നാം ക്രിസ്തുവിനുള്ളവരെന്ന്, ക്രിസ്തുവിന്റെ സാക്ഷികൾ എന്ന് നാം ഒരിക്കൽ അറിഞ്ഞിരിക്കുന്നു. എന്താണ് തുടർന്ന് എഴുതുന്നത്? ഹല്ലേലൂയ. കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു കളഞ്ഞു. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന്റെ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഇവയെല്ലാം ഒരിക്കൽ അറിഞ്ഞിട്ട് നാം പിന്മാറിപ്പോകുവാൻ സാധ്യതയുണ്ടോ? നാം ഇപ്പൊ പറയും ഒരു സാധ്യതയുമില്ല എന്ന് പറയും. പക്ഷേ ഈ ഹല്ലേലൂയ യൂദായുടെ ലേഖനത്തിന്റെ ആദ്യ ഭാഗത്തേക്ക് നമ്മൾ വന്നൊന്ന് വായിക്കണം. അവിടെ ഒരു കൂട്ടരെ കുറിച്ച് എഴുതിയിരിക്കുന്നു, നുഴഞ്ഞ കയറ്റക്കാർ. ദൈവമക്കൾ വളരെ ശ്രദ്ധയോടെ ആയിരിക്കണം. നുഴഞ്ഞ കയറ്റക്കാർ, ഇതേ പദം നമുക്ക് ഗലാത്യ ലേഖനത്തിൽ കാണുവാൻ സാധിക്കും. എന്താണ് ഗലാത്യ ലേഖനം? സ്തോത്രം, ഹല്ലേലൂയ. ഗലാത്യ ലേഖനം പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് 4-5 അധ്യായങ്ങളൊക്കെ പഠിക്കുമ്പോൾ വളരെ ഹല്ലേലൂയ പ്രാഗൽഭ്യമുള്ള വിശ്വാസത്തിൽ ഉറയ്ക്കപ്പെട്ട ഒരു സഭയായിരുന്നു ഗലാത്യ സഭ. എങ്കിലോ ചില നുഴഞ്ഞ കയറ്റക്കാർ അവരുടെ ഇടയിലേക്ക് കയറി വന്നിട്ട് അതിൽ അനേകർ തങ്ങൾ അറിഞ്ഞ സത്യവിശ്വാസത്തെ ഉപേക്ഷിച്ചിട്ട് ന്യായപ്രമാണത്തിന്റെ അടിമത്തത്തിലേക്ക് പോയി. ഞാൻ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, നാം ഇപ്പോൾ പറഞ്ഞല്ലോ, ഞാൻ ഒരിക്കലും പിന്മാറി പോവുകയില്ല. ഹല്ലേലൂയ, ഞാൻ എൻ്റെ കർത്താവിന്റെ മടിയിൽ സുരക്ഷിതയാണ് എന്ന് പറയുമ്പോഴും ഈ നുഴഞ്ഞ കയറ്റക്കാർ കാരണം, അവർ വിതയ്ക്കുന്ന ദുരുപദേശം കാരണം, സ്തോത്രം പ്രിയമുള്ളവരെ, ഒരു വേള നമ്മൾ വളരെ സൂക്ഷിച്ച് വളരെ കരുതലോടെ ദൈവദാസന്മാരോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവദാസന്മാരിലൂടെ കേൾക്കുന്ന പ്രവചന ദൂതുകൾ ഏറ്റെടുത്തുകൊണ്ട് സ്തോത്രം നമ്മെ തന്നെ അനുദിനം ഹല്ലേലൂയ ഒരുക്കി നമ്മുടെ വിളക്കിൽ എപ്പോഴും എണ്ണ ഉള്ളവരായി, വിളക്കിൽ ഹല്ലേലൂയ എണ്ണ തീർന്നു പോകുമ്പോൾ അത് ഒഴിക്കുവാൻ, കൂടുതൽ ഒഴിക്കുവാനുള്ള വചനമാകുന്ന എണ്ണയെ കരുതുന്നവരായിട്ട്
ദൈവസന്നിധി ദിവസങ്ങളായിരിക്കുമെങ്കിൽ പ്രിയമുള്ളവരെ, നുഴഞ്ഞു കയറ്റക്കാരെ കൊണ്ട് നമുക്ക് ഒരു ദോഷവും വരികയില്ല. അല്ലെങ്കിലോ സ്തോത്രം, അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഒരു ദിവസം കുറച്ച് സമയമെങ്കിലും ഇരിക്കുന്നവരാണെങ്കിൽ എന്തെല്ലാം വിധത്തിലുള്ള ദുരുപദേശങ്ങൾ, ദുരാചാരങ്ങൾ, ദുർശക്തിയുടെ ഹല്ലേലൂയ വലിയ അത്ഭുതങ്ങൾ, ഇതൊക്കെ എന്താണെന്നറിയാമോ? ഹല്ലേലൂയ എതിർപ്പെട്ടിരിക്കുന്നവന്റെ, കള്ളക്രിസ്തുവിന്റെ, എതിർ ക്രിസ്തുവിന്റെ സ്തോത്രം ഹല്ലേലൂയ മർമ്മത്തിന്റെ വ്യാപാരമാണ്. രണ്ട് തെസ്സലോനിക്കർ 2 നമ്മൾ വരുമ്പോൾ ഹല്ലേലൂയ അവന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. ആ മർമ്മപ്രകാരമുള്ളതായ അത്ഭുതങ്ങളും അടയാളങ്ങളും കേട്ട് പ്രിയമുള്ളവർ തെറ്റിപ്പോകരുതേ. നമ്മൾ കേൾക്കുന്ന വചന ശുശ്രൂഷ പ്രത്യേകിച്ച്, കാരണം ഉപവാസ പ്രാർത്ഥനയിലൊക്കെ നമ്മുടെ സഭയിലെ ദേവദാസനല്ല പലപ്പോഴും ശുശ്രൂഷിക്കുന്നത്. ദേവദാസൻ വിളിക്കുന്ന എന്നെ പോലെയുള്ള ദേവദാസന്മാരായിരിക്കും ശുശ്രൂഷിക്കുന്നത്. നമ്മൾ പ്രത്യേകിച്ച് ഉപവാസ പ്രാർത്ഥനയിൽ കേൾക്കുന്ന ഓരോ വചനവും നമ്മൾ വെറുതെ കൈയടിച്ച് അത് സ്തോത്രം പറഞ്ഞ് ഹല്ലേലൂയ ഏറ്റെടുക്കാതെ ആ ദേവദാസൻ ശുശ്രൂഷിക്കുന്നത്, പ്രസംഗിക്കുന്നത് അക്ഷരം പ്രതിയായിട്ട് ഹല്ലേലൂയ നിങ്ങൾ ഏറ്റെടുക്കണം, നിങ്ങൾ ഒപ്പിയെടുക്കണം. എന്നിട്ട് സ്തോത്രം, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, വചനമാകുന്ന എണ്ണ കയ്യിൽ കരുതണമെന്ന്. ഹല്ലേലൂയ ആ എണ്ണയിലിട്ട് ഇതൊന്ന് ശോധന ചെയ്ത് നോക്കണം. ഞാനൊരു ഉദാഹരണം പറയട്ടെ. കഴിഞ്ഞ മാസം കേട്ട ഒരു കാര്യമാണ്. എനിക്കിത് പറയാതെ ഞാൻ ഹല്ലേലൂയ തീർച്ചയായിട്ടും കുറിവാക്യത്തിലേക്ക് വരാം. പക്ഷെ ഇത് പറഞ്ഞ് മുന്നോട്ട് പോകണം. ഈ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ന്യൂജൻ എന്ന ഒരു തലമുറ ഇന്ന് ഉയർന്നു വന്നിരിക്കുന്നു. കഴിഞ്ഞ 10-12 വർഷങ്ങളായി ന്യൂജൻ സ്തോത്രം വിശുദ്ധ വേദപുസ്തകം തുറന്നു നോക്കുക പോലുമില്ല. ഇവിടെ അവർക്ക് അങ്ങ് മീറ്റിങ്ങുകളാണ്. സ്തോത്രം എല്ലായിടത്തും മീറ്റിങ്ങുകൾ, ഓൺലൈൻ മീറ്റിംഗ് ഹല്ലേലൂയ, തിരുവനന്തപുരത്ത് മീറ്റിംഗ്, തൃശ്ശൂർ മീറ്റിംഗ്, എറണാകുളത്ത് മീറ്റിംഗ്, ബാംഗ്ലൂരിൽ മീറ്റിംഗ്, അങ്ങ് അമേരിക്കയിൽ മീറ്റിംഗ്. എവിടുന്നെങ്കിലും കറക്കി കുത്തി ഒരു വാക്യം എടുത്തിട്ട് പിന്നെ അവർ ശുശ്രൂഷിക്കുന്നത് വചനവുമായി യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ. ഞാനൊരു ഉദാഹരണം പറയാം. എന്തുകൊണ്ടാണ് ഞാനിത് ഗൗരവമായിട്ട് നിങ്ങളോട് പറയുന്നത്? കാരണം കർത്താവ് എന്നെ ഏൽപ്പിച്ചല്ലോ ഇത്. സ്തോത്രം ഇതായിരിക്കട്ടെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങൾക്കുള്ള ദൂത്. സ്തോത്രം ഈയിടെ ഒരു ഹല്ലേലൂയ ഒരു യുവ ശുശ്രൂഷകന്റെ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനിടയായി. അദ്ദേഹം ഒരു കുറിവാക്യം വായിച്ചു, നല്ലൊരു കുറിവാക്യമാണ്. പക്ഷേ ശുശ്രൂഷിച്ച് കടന്നു വന്നപ്പോൾ അദ്ദേഹം അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് വന്നിട്ട് അപ്പോസ്തല പ്രവൃത്തിയുടെ അവസാന അധ്യായത്തിലേക്ക് വന്ന്, ശ്രദ്ധയോടെ കേൾക്കണമേ, അദ്ദേഹം പ്രസംഗിക്കുവാൻ തുടങ്ങി. പൗലോസ് അപ്പോസ്തലനെ ചങ്ങലയ്ക്ക് ബന്ധിതനാക്കിയിട്ട് റോമിലേക്ക് കൊണ്ടുപോയി. അവിടെ അദ്ദേഹത്തെ ഒരു വീട്ടില്, ആ വീട് കാരാഗ്രഹമാക്കിയിട്ട് റോമൻ സർക്കാർ അദ്ദേഹത്തെ അവിടെ സൂക്ഷിച്ചു. അദ്ദേഹത്തിന് 24 മണിക്കൂറും കാവൽ ഉണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ അപ്പോസ്തല പ്രവൃത്തി 22-ാം അധ്യായം വരണം, അതിന്റെ അവസാന ഭാഗങ്ങൾ വരണം. ഹല്ലേലൂയ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായം അവസാന ഭാഗങ്ങൾ എടുത്ത് വായിക്കാം ഇപ്പോൾ തന്നെ. അവിടെ ഈ വീട് വാടകയ്ക്ക് എടുത്തത് പൗലോസ് അപ്പോസ്തലനാണ്. എന്ന് വെച്ചാൽ റോമൻ സർക്കാരാണ് കാരാഗ്രഹത്തിലായിരിക്കുന്നത്. അപ്പോൾ റോമൻ സർക്കാരാണ് കാരാഗ്രഹം ഒരുക്കുന്നത്. പക്ഷേ ഈ വ്യക്തി പറയുന്നു, അല്ല, പൗലോസ് അപ്പോസ്തലൻ തന്നെ ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് അതിൽ താൻ ബന്ധിക്കപ്പെട്ടവനായിട്ട് അങ്ങ് താമസിക്കുകയാണ്. അവിടെ 4 മണിക്കൂർ ഇടവിട്ട് ഓരോ വ്യക്തികൾ വന്ന്, കൊട്ടാരത്തിൽ നിന്ന് ഓരോ വ്യക്തികൾ വന്ന് കാവൽ നിൽക്കുന്നു. അപ്പോൾ ആളെ തികയാഞ്ഞിട്ട് അവിടുത്തെ തൂപ്പുകാരൻ മുതൽ വലിയ മന്ത്രി വരെ വന്ന് പൗലോസ് അപ്പോസ്തലന് കാവൽ നിൽക്കുന്നു. 4 മണിക്കൂർ വെച്ച് 24 മണിക്കൂർ, ഒരു ദിവസം 6 പേർ വെച്ച് കാവൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു പോവുകയാണ്, ഈ പൗലോസ് അപ്പോസ്തലന് ഈ വീടിന് വാടക കൊടുക്കുവാൻ കയ്യിൽ പണം തികയാതെ വന്നു. അപ്പോൾ എന്ത് ചെയ്തു? ഫിലിപ്പിയ സഭയ്ക്ക് എഴുതി. അങ്ങനെ ഫിലിപ്പിയ സഭയിൽ നിന്ന് പണം വരുത്തിയാണ് ഈ വീടിന് വാടക കൊടുത്തുകൊണ്ടിരുന്നത്. നിങ്ങൾ വായിച്ചു നോക്കുക എത്രമാത്രം വ്യാജമാണ് ആ മനുഷ്യൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. ഞാനൊരു വിഷമത്തോടൊരു കാര്യം പറയട്ടെ. ഈ യുവ സഹോദരൻ ഇത് ഉച്ചത്തിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇരുന്ന 80% സഹോദരിമാരും ഏകദേശം ഒരു 10% സഹോദരന്മാരും അതിഭയങ്കരമായി കൈയടിച്ച് സ്തോത്രം ചെയ്ത് ആ സഹോദരനെ കൂടുതൽ ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉത്തേജിപ്പിക്കുന്നതിനനുസരിച്ച് അദ്ദേഹം ഒച്ച ഉയർത്തുകയും ഓടി നടന്ന് പ്രസംഗിക്കുകയാണ്. നിങ്ങളിത് മനസ്സിൽ കാണണം, അങ്ങനെ ഒരു അന്തരീക്ഷം കാണണം. സ്തോത്രം. എന്നിട്ട് പറയുകയാണ്, ഈ 4 മണിക്കൂർ അപ്പൊ പൗലോസ് അപ്പോസ്തലൻ എന്താ ചെയ്യുന്നത്? വരുന്നവരെയൊക്കെ വചനം പഠിപ്പിക്കുകയാണ്, അവരുടെ സുവിശേഷം പ്രസംഗിക്കുക.
അപ്പോൾ ഇദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന 4 മണിക്കൂർ നിൽക്കുന്ന ആ കൊട്ടാരത്തിലെ ജോലിക്കാരൻ ഈ സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ സുവിശേഷം കേട്ട് അവരുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാ പ്രവർത്തിക്കുകയാണ്. അങ്ങനെ ഹല്ലേലൂയ, ആ ഡ്യൂട്ടി കഴിഞ്ഞ അടുത്തയാളിനെ ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ട് ആ മനുഷ്യൻ, ആ വ്യക്തി ആരുമായിക്കൊള്ളട്ടെ, തിരികെ കൊട്ടാരത്തിലേക്കോ അല്ലെങ്കിൽ വീട്ടിലേക്കോ പോകുന്ന വഴിക്ക് ഒരു കുളം കണ്ടാൽ അവിടെ വെച്ച് മാനസാന്തരപ്പെട്ട് അദ്ദേഹത്തിന്റെ യൂണിഫോം അഴിച്ചു വെച്ചിട്ട് താൻ തന്നെത്താൻ ആ കുളത്തിലേക്ക് ഇറങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്നെത്താൻ മുങ്ങി അങ്ങ് സ്നാനപ്പെട്ടിട്ടാണ് പോകുന്നത്. സുവിശേഷത്തിന്റെ ശക്തിയെക്കുറിച്ച് സഭയെ പ്രബോധിപ്പിക്കുവാനായിട്ട് പ്രസംഗിക്കുന്ന ഒരു ന്യൂജൻ പ്രസംഗത്തിന്റെ കാര്യമാണ് ഞാൻ കേട്ടോ. ഓർത്തു നോക്കിയേ നിങ്ങൾ. അല്ലെങ്കിൽ ഞാൻ തലയ്ക്ക് കൈവച്ചു പോയി. നിങ്ങളിൽ എത്ര പേർക്ക് ഇത് മനസ്സിലായി എന്ന് എനിക്കറിയില്ല. പക്ഷെ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങളുടെ ദേവദാസനോട് ചോദിക്കണം, ദേവദാസനെ ഈ കേട്ട പ്രസംഗം ശരിയാണോ എന്ന്. അദ്ദേഹം നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരും. അല്ല, ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഒരു കുറിവാക്യം വായിച്ചിട്ട് ആ കുറിവാക്യവുമായി യാതൊരു ബന്ധവുമില്ലാതെ, വിശുദ്ധ വചനവുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ ദൈവത്തെ പോലും നാണിപ്പിക്കുന്ന, പരിശുദ്ധാത്മാവിനെ നാണിപ്പിക്കുന്ന തരത്തിലുള്ള ശുശ്രൂഷകൾ നടക്കുന്ന ഒരു കാല അളവിലാണ് നാം ദൈവമക്കൾ ജീവിക്കുന്നത്. നാം ഉപവാസത്തോടെ ദൈവസ്ഥനിലായിരിക്കുന്നെന്ന് പ്രിയമുള്ളവർ ഗ്രഹിക്കണം, മനസ്സിലാക്കണം. അതുകൊണ്ട് ഹല്ലേലൂയ, ഞാൻ വളരെ എളിമയോടെ താഴ്മയോടെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു കൊള്ളട്ടെ, നിങ്ങൾ എന്നെ വിവേചിക്കണം. നിങ്ങൾ എന്നെ ഹല്ലേലൂയ, ഞാൻ സംസാരിക്കുന്ന സംസാരത്തെ നിങ്ങൾ ആത്മാവിൽ വിവേചിച്ചു വേണം ഹല്ലേലൂയ എന്റെ വായിൽ നിന്ന്, എന്റെ അധരങ്ങളിൽ നിന്ന് പുറത്തു വരുന്നതായ വാക്കുകളെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കേട്ടുക. നിങ്ങൾക്ക് ചെവി കൊണ്ട് കേട്ടുകൊള്ളണം, പക്ഷെ അത് ഹൃദയത്തിലേക്ക് പോകരുത്. നിങ്ങൾ വിവേചിച്ചിട്ട് മാത്രമേ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അവ ഏറ്റെടുക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എന്താ പറഞ്ഞത്? നിങ്ങളോ, ഇത് ബെരാഖ ഗോസ്പൽ മിനിസ്ട്രിയുടെ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവമക്കളോടുള്ള ദൂതാണ്. നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർപ്പിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നെന്നാൽ, കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. ഞങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി ഓർത്തു നോക്കി. ദൂതന്മാർ സ്വർഗത്തിലായിരുന്നു കേട്ടോ, ദൈവത്തിന്റെ സന്നിധിയിലായിരുന്നു, ദൈവത്തെ രാപകൽ ആരാധിച്ചു കൊണ്ടിരുന്നവരായിരുന്നു. എന്നാലോ അവർ അവരുടെ ആ വാസസ്ഥലം, കർത്താവ് അവർക്ക് വേണ്ടി ഒരുക്കിയിരുന്ന വാസസ്ഥലം കാത്തുകൊള്ളാതെ അവർ ആ സ്ഥാനം വിട്ടുപോയത് കൊണ്ട് മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലേട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. നാം ഒരു വ്യക്തി പോലും, എന്നെ ഇപ്പോൾ ശ്രവിച്ച ഒരു വ്യക്തി പോലും ഇതുപോലെയുള്ളതായ ന്യായവിധിയിൽ പെടാതിരിക്കുവാനായിട്ട് നാം നമ്മുടെ ദൈവവചനത്തെ, നമ്മുടെ ബൈബിളിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കണം. വചനത്തിൽ ആഴത്തിൽ ഉറയ്ക്കണം, വചനം പഠിക്കണം. ദേവദാസന്റെ കൂടെ ചേർന്ന് നിങ്ങൾ നിൽക്കണം. നിങ്ങളുടെ സഹോദരങ്ങളോട് കൂട്ടായ്മ ആചരിച്ച് നിൽക്കണം. ആരെങ്കിലും ബലഹീനത തോന്നിയാൽ നിങ്ങൾ അവരെ താങ്ങണം, നിങ്ങൾ അവരെ ബലപ്പെടുത്തണം. ഇവിടെ യൂദായുടെ ലേഖനം അവസാനം പറയുന്ന പോലെ, തീയിൽ നിന്ന് സ്വന്തം അങ്കി പോലും ഹല്ലേലൂയ ശ്രേഷ്ഠമെന്ന് വെക്കാതെ തീയിൽ നിന്ന് ചിലരെ കൂടെ നിങ്ങൾ വലിച്ചെടുക്കണം. കർത്താവ് ബെരാഖ ഗോസ്പൽ മിനിസ്ട്രിയെ ഈ വലിയ ഒരു ദൗത്യം ഏൽപ്പിക്കട്ടെ. അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാനായിട്ട്, ന്യായവിധിയിൽ നിന്ന് അനേകരെ വലിച്ചെടുക്കുവാനായിട്ട് പ്രിയ ദേവദാസിനെയും കുടുംബത്തെയും ഈ മിനിസ്ട്രിയെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കുറിവാക്യത്തിലേക്ക് പ്രവേശിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 25-26 വാക്യങ്ങൾ ഞാൻ തന്നെ വായിക്കാം. സ്തോത്രം, നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടിരിക്കുക. മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 25-26 വാക്യങ്ങൾ. അവർ അടുത്തു ചെന്ന്, കർത്താവേ രക്ഷിക്കണമേ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അപ്പോൾ കർത്താവ് അപ്പോൾ ഉറങ്ങുകയായിരുന്നു. വേറൊരിടത്ത് എഴുതിയിരിക്കുന്നത് അവൻ അമരത്ത് തലയിണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവൻ അവരോട്, അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കൾ ആകുവാൻ എന്ത് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി. സ്തോത്രം. എത്ര വലിയ കോളിളക്കത്തിലും എത്ര വലിയ തിരമാലകളിലും ഹല്ലേലൂയ ജീവിതത്തിന്റെ ഉയർച്ച താഴ്ചകളിലും രോഗ ദുരിതത്തിലും പട്ടിണി ദാരിദ്ര്യത്തിലും കർത്താവേ സ്തോത്രം, ഞങ്ങൾ ദൈവമക്കൾക്ക് ആശ്രയിക്കുവാൻ ഒരൊറ്റ നാമമേ ഉള്ള കർത്താവ് യേശു ക്രിസ്തു, അവനാണ് ശാന്തത വരുത്തുന്നത്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. അനേക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മിനിസ്ട്രി, വളരെ സന്തോഷമുണ്ട്. സ്തോത്രം. ആ രോഗികളുടെ പേര് പറഞ്ഞ്, ആ രോഗത്തിന്റെ പേര് പറഞ്ഞ് ശക്തമായിട്ട് പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട്
ദൈവസന്നിധിയിൽ കരഞ്ഞുകൊണ്ട് മാറത്തടിച്ചുകൊണ്ട് അവർക്ക് അവരുടെ വിടുതലിന് വേണ്ടി, അവരുടെ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മിനിസ്ട്രി, ബരാക്ക ഗോസ്പൽ മിനിസ്ട്രി. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും കർത്താവ് കൃപാവരങ്ങളാൽ നിറയ്ക്കട്ടെ. സ്തോത്രം. അന്യഭാഷ മാത്രമല്ല, പ്രവചനമെന്ന ഹല്ലേലൂയ മേന്മയേറിയ ഒരു കൃപാവരമുണ്ട്. രോഗശാന്തി എന്ന കൃപാവരമുണ്ട്. സ്തോത്രം. ആത്മാക്കളെ വിവേചിക്കുവാനുള്ള വിവേചന വരമുണ്ട്. അന്യഭാഷ വ്യാഖ്യാനിക്കുന്ന വ്യാഖ്യാനവരമുണ്ട്. വീര്യ പ്രവർത്തികൾ ചെയ്യുവാൻ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള വരമുണ്ട്. സ്തോത്രം. പ്രിയമുള്ളവർ മനസ്സിലാക്കണം, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് തനിക്ക് ബോധിച്ചവന് ഇവയൊക്കെയും കൊടുക്കുന്നു. ഈ മിനിസ്ട്രിയെ കൃപാവരങ്ങളാൽ നിറയപ്പെട്ട ഒരു വലിയ മിനിസ്ട്രി ആയിട്ട് കർത്താവ് ഈ ദിവസങ്ങളിൽ വളർന്നു വരുമാറാകട്ടെ. ഹല്ലേലൂയ. ഞാൻ ആത്മാർത്ഥമായിട്ട് അത് പ്രവചിച്ചു പറയുന്നു. ആത്മാർത്ഥമായി ഞാൻ ദൈവസന്നിധിയിൽ ഒരു പ്രാർത്ഥന വിഷയമായിട്ട് ഇത് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് കരയറ്റിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ 8-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ആദ്യം നമ്മൾ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, കാരണം ഇത് 5-ന്റെ തുടർച്ചയാണ്. 5-ന്റെ 1 എന്താ എഴുതിയിരിക്കുന്നത്? അവൻ മലമേൽ കയറി, അവൻ പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി. കർത്താവ് സാധാരണയായിട്ട് ഈ മലമേൽ കയറി പോകുന്ന പ്രാർത്ഥനയ്ക്കായിട്ട്, ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാ. ജനത്തിരക്കിൽ നിന്നെല്ലാം വിട്ടിട്ട് തന്റെ ദൈനംദിന ജീവിതത്തിലെ പ്രയത്നങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറിയിട്ട് പിതാവിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ തന്നെ പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് ഉപവസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ ആയിരിക്കുവാൻ, രാത്രി മുഴുവൻ അവൻ പ്രാർത്ഥനയിലായിരുന്ന പറയുന്നത്. അതിനാ സാധാരണ മലയിൽ കയറുന്ന കർത്താവ്. പക്ഷേ സ്തോത്രം, ഇവിടെ മലയിൽ കയറിയത് അതിനല്ല. കാരണം ഒരു കാര്യം കൂടെ, കർത്താവ് എപ്പോൾ മലയിൽ കയറിയോ മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ രോഗശാന്തിയും ഭൂതശാന്തിയും അത്ഭുതങ്ങളുമാ. സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് എപ്പോൾ മലയിൽ കയറിയിട്ട് ഇറങ്ങി വരുന്നോ അപ്പോൾ ഭയങ്കര വിടുതല, ഭയങ്കര അത്ഭുതമാണ്. സ്തോത്രം. ഇന്ന് നമ്മൾ ഈ ദൂത് കേൾക്കുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ, നമുക്ക് വേണ്ടി മലയിൽ കയറിയ കർത്താവ് ആ മലയിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് കടന്നു എല്ലാം അവനിൽ നിന്ന് രോഗശാന്തി പ്രാപിക്കുവാൻ, അവനിൽ നിന്ന് കർത്താവ് അത്ഭുതങ്ങൾ നേടുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ കൈവയ്ക്കുമ്പോൾ ദുരാത്മാക്കൾ വിട്ടുപോകുവാൻ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകുവാൻ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ കൈവയ്ക്കുമ്പോൾ ഹല്ലേലൂയ പുതിയ വിശ്വാസികൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ. സ്തോത്രം. നമുക്ക് കർത്താവിന്റെ സന്നിധിയിലേക്ക്, ആ താഴ്വാരത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് ചെല്ലാം. എന്നാൽ ഇന്ന് കർത്താവ് മലമുകളിൽ കയറിയത് ഉപദേശിക്കുവാനായിട്ടാ. തന്റെ ജനത്തെ തന്നിൽ വിശ്വസിച്ച് ഹല്ലേലൂയ തനിക്ക് ചുറ്റും ഈ കൂടി വന്നിരിക്കുന്ന ബഹുജനത്തെ കണ്ടിട്ടാണ് കർത്താവ് മലമുകളിൽ കയറി. അതിനു മുമ്പ് എന്ത് ചെയ്തു? 12 അപ്പോസ്തലന്മാരെ വിളിച്ചു. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? താൻ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ ഈ ജനത്തിന്റെ അത് കേട്ടിട്ട് ജനത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അത് ജനത്തെ അറിയിക്കുവാൻ അയക്കപ്പെടുന്നവരായിട്ട്, തന്റെ വചനം പേറി അയക്കപ്പെടുന്നവരായിട്ട്. അപ്പോസ്തലൻ എന്ന് പറഞ്ഞാൽ അയക്കപ്പെടുന്നവനെന്നാ. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് 12 പേരെ വിളിച്ച് തന്റെ ചുറ്റുമിരുത്തി, എന്നിട്ട് ഉച്ചത്തിൽ പ്രസംഗിച്ചു. ധാരാളം ജനം വന്ന് നിൽക്കുകയാണ്. ഈ പ്രസംഗം ഈ 12 പേര് കേൾക്കുന്നു, അത് അവർ ഒപ്പിയെടുക്കുന്നു. അവർ ഹല്ലേലൂയ മറ്റു ജനങ്ങളിലേക്ക് ഏറ്റുപദേശി, നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, പണ്ട് കാലത്തുണ്ടായിരുന്നു ഏറ്റുപദേശി. ഇന്ന് മൈക്കും വലിയ 20,000 വാട്ട്സിന്റെ സ്പീക്കറൊക്കെ ഉള്ളു. പണ്ട് അങ്ങനെയില്ല. പണ്ട് കോളാമ്പി മാത്രമേ ഉള്ളൂ. ഒരു ഉപദേശി പ്രസംഗിക്കും, 3-4 പേർ അത് ഏറ്റുപറഞ്ഞ് ഹല്ലേലൂയ അങ്ങനെ വലിയ ജനസമൂഹത്തിലേക്ക് അത് കടന്നു ചെല്ലും. അങ്ങനെയായിരുന്നു പണ്ടത്തെ പ്രസംഗങ്ങൾ. അന്ന് മൈക്കില്ലായിരുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ധാരാളം. 5-ാം അധ്യായം, 6-ാം അധ്യായം, 7-ാം അധ്യായം, ഇത് മുഴുവൻ ഉപദേശങ്ങളാ. ജനത്തിന് ആവശ്യമായ വചനങ്ങളാ, ഉപദേശങ്ങളാ. 7-ാം അധ്യായത്തിന്റെ അവസാനത്തേക്ക് വരുമ്പോൾ വളരെ മനോഹരമായ ഒരു കാര്യമുണ്ട്. അവൻ ഹല്ലേലൂയ ശാസ്ത്രിമാർ സംസാരിച്ചതുപോലെ അല്ല സംസാരിച്ചത്, പിന്നെയോ അധികാരമുള്ളവനായിട്ടത്രേ അവൻ അവരെ ഉപദേശിച്ചു. കർത്താവിന്റെ ഏത് വാക്കിലും ഒരു വലിയ അധികാരമുണ്ട്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ അവസാന അധ്യായത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഈ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആ അധികാരം കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നമ്മളും വചനം പറയുമ്പോൾ അധികാരത്തോടെ പറയണം. വലിയ അത്ഭുതങ്ങൾ നടക്കും. എന്നിട്ട് ഈ 8-ാം അധ്യായത്തിന്റെ ആദ്യം എങ്ങനെയാണ്? അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നാറേ വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു. കർത്താവ് മലയിൽ കയറി,
മലയിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങി വന്നിരിക്കുകയാണ്. ഇനി എന്താണ് നടക്കാൻ പോകുന്നത്? ഇനി അത്ഭുതങ്ങൾ നടക്കാൻ പോകുന്നത്, ഇനി രോഗശാന്തി നടക്കാൻ പോകുന്നത്, ഇനി ഭൂതശാന്തി നടക്കാൻ പോകുന്നത്. ആദ്യത്തെ ഒരു അത്ഭുതം നടക്കുകയാണ്. ഒരു കുഷ്ഠരോഗി വന്ന് ചോദിക്കുക, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവ് ആ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുകയാണ്. നാം ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു ഏതൊക്കെ രോഗവിവരങ്ങളാ പറയുന്നതെന്ന്. അതിൽ ക്യാൻസർ ഉണ്ടായിരുന്നു, ഹൃദയത്തിന്റെ ഹാർട്ടിന്റെ കാർഡിയാക് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, ഹാർട്ടിന്റെ പ്രശ്നങ്ങൾ. ദൈവമക്കളെ, നിങ്ങൾ കേൾക്കണോ? ഈ ദിവസങ്ങളിൽ, കഴിഞ്ഞ ഒരു 10-15 വർഷങ്ങളായിട്ട്, പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ കുഷ്ഠരോഗത്തെക്കാൾ കഠിനമായിട്ട് ലോകമെമ്പാടും പരന്നിരിക്കുന്ന ചില രോഗങ്ങളാണ് ക്യാൻസർ എന്ന വ്യാധി, കാർഡിയാക് പ്രോബ്ലംസ്, ഹാർട്ട് സംബന്ധമായ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, സ്ട്രോക്ക്, തളർവാദം. ഇതിൽ തന്നെയുണ്ട് തളർവാദം. പ്രിയ സഹോദരി പ്രാർത്ഥിച്ചപ്പോൾ തളർവാദത്തെ കുറിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തമായിട്ട് നമ്മൾ കേട്ടല്ലോ. ഈ 4 കാര്യങ്ങൾ, സ്ട്രോക്ക് ഉണ്ടാകുക, തളർവാദം ഉണ്ടാവുക, ഹൃദയം സ്തംഭിക്കുക, ഹൃദയത്തിൽ ബ്ലോക്ക് ഉണ്ടാവുക, ക്യാൻസർ. ഹല്ലേലൂയ. ഈ ക്യാൻസർ എന്ന രോഗത്തിന് ഒരു വിവേചനവും ഇല്ല. സ്തോത്രം. ആണെന്നോ പെണ്ണെന്നോ ഇല്ല, കുഞ്ഞെന്നോ ശിശുവെന്നോ ബാലനെന്നോ യുവാവെന്നോ ഇല്ല. ഹല്ലേലൂയ. പ്രായമായവരെന്നോ ഒന്നുമില്ല, ക്ഷീണിച്ചവരെന്നോ പണക്കാരെന്നോ ദരിദ്രരെന്നോ ഒന്നുമില്ല. ആരുടെ മുമ്പിലേക്കും കടന്നു ചെല്ലുന്ന, ഈ ദിവസങ്ങളിൽ കടന്നു വരുന്ന ഒരു രോഗമാണ് ക്യാൻസർ. നമ്മൾ അതിനെ ശക്തമായിട്ട് ശാസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. പ്രിയ ജനമേ, നിങ്ങൾ ഇപ്പോൾ ആ മലയുടെ അടിവാരത്തിലാണെങ്കിൽ, ഇത്രയും സമയം നിങ്ങൾ കർത്താവിന്റെ ഉപദേശങ്ങളെ കേട്ടുകൊണ്ട് ഇരുന്നവരാണെങ്കിൽ, അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കുവാനായിട്ട്. നമുക്ക് ഈ 4 കുഷ്ഠങ്ങളെ വഹിച്ചുകൊണ്ട് അവന്റെ സന്നിധിയിലേക്ക് ചെല്ലാം. ഹൃദ്രോഗമുള്ളവര്, ക്യാൻസർ രോഗമുള്ളവര്, കിഡ്നിക്ക് പ്രശ്നമുള്ളവര്, സ്ട്രോക്ക് ഉള്ളവര്, തളർവാദ രോഗികള്, പ്രത്യേക ഇന്നത്തെ നമ്മുടെ ഈ ശുശ്രൂഷയില് ഈ 4 രോഗങ്ങളാൽ പിടിക്കപ്പെട്ടവരെ നമുക്ക് ഒരുമിച്ച് ആഗോള തലത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് എന്ന് പറയാം. കർത്താവേ, അവിടുത്തേക്ക് മനസ്സുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഞങ്ങളുടെ ഈ സഹോദരനെ, ഞങ്ങളുടെ സഹോദരിയെ ഹല്ലേലൂയ തൊട്ട് സൗഖ്യമാക്കണമേ. നമ്മുടെ കർത്താവ് പറയുന്നു, എനിക്ക് മനസ്സുണ്ട്, അവർ സൗഖ്യമാകട്ടെ. സ്തോത്രം. ഹൃദ്രോഗികൾ സൗഖ്യമാകട്ടെ, ക്യാൻസർ രോഗികൾ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. വൃക്ക രോഗികൾ സൗഖ്യമാകട്ടെ, തളർന്നു കിടക്കുന്നവർ സൗഖ്യമാകട്ടെ, കോമായിൽ കിടക്കുന്നവർ സൗഖ്യമാകട്ടെ. എല്ലാവരും നസ്രനായ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കൽപ്പിക്കുക, അത് അതുപോലെ നടന്നിരിക്കും. ആർക്കും തടയുവാൻ കഴിയുകയില്ല. പ്രവർത്തിക്കുന്നവൻ ദൈവം, പ്രവർത്തിക്കുന്നവൻ അവന്റെ ക്രിസ്തുവായ യേശു ക്രിസ്തു, പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവായ ദൈവം. ആർക്ക് തടയുവാൻ കഴിയും? പിശാച് നിനക്ക് തടയുവാൻ കഴിയുകയില്ല. നിനക്ക് മാറി നിന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന സൗഖ്യം കണ്ടുകൊണ്ട് നിനക്ക് നാണിക്കുവാൻ മാത്രമേ സാധിക്കൂ. കാരണം നിന്റെ സർവ്വ ആയുധങ്ങളും ഹല്ലേലൂയ അടിയറവ് വെച്ച് നിന്നെ കൊണ്ട് പരാജയം ഏറ്റുപറപ്പിച്ചിട്ടാണ് ഞങ്ങളുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റത് ഞങ്ങൾക്ക് വേണ്ടി. സ്തോത്രം. ഹല്ലേലൂയ. ശക്തമായിട്ട് നമുക്കിത് പറയാം. വേഗത്തിൽ ഞാൻ കുരുവാക്യത്തിലേക്ക് വരട്ടെ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇങ്ങനെ മുഴുവൻ മുന്നോട്ട് സൗഖ്യങ്ങൾ തന്നെയാ. അത് കഴിഞ്ഞ് ഹല്ലേലൂയ ഇറങ്ങി വരുമ്പോൾ സ്തോത്രം, ഒരു ബാല്യക്കാരൻ, ഒരു ശതാധിപൻ വന്ന് പറയുകയാണ്, എന്റെ ബാല്യക്കാരൻ പക്ഷപാതം, നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ, പക്ഷപാതം പിടിച്ചു, തളർവാദ രോഗമാണ്. പ്രിയ സഹോദരി, ഈ ഭാഗമാണ് ഉദ്ധരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചെന്ന് ഞാൻ ഓർക്കുന്നു. സ്തോത്രം. പക്ഷപാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു. സ്തോത്രം. അപ്പോൾ കർത്താവ് പറഞ്ഞു ഞാൻ അവിടെ വന്ന് സൗഖ്യമാകുന്നു. അപ്പോൾ ശതാധിപൻ പറയുകയാണ്, കർത്താവേ, ഞാൻ പാപിയാണ്, നീ എന്റെ പുറയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതിയെന്ന്. എന്റെ ബാല്യക്കാരൻ സൗഖ്യം വരും. ഞാനും അധികാരമൊക്കെയുള്ള മനുഷ്യനാണ്, ഞാൻ അധികാരത്തിന് കീഴുള്ളവനുമാണ്, അതുകൊണ്ട് നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എനിക്ക് അത്രയ്ക്ക് വിശ്വാസമാണ്. കർത്താവ് ആദ്യം ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ഈ ശതാധിപന്റെ വിശ്വാസത്തെ പ്രകീർത്തിക്കുകയാണ്. അത് കർത്താവിന് വളരെ ഇഷ്ടമായി പോയി. നമ്മൾ അങ്ങനെ സംസാരിക്കണം. നമ്മൾ ഒരിക്കലും നെഗറ്റീവായിട്ട് സംസാരിക്കുക. പ്രത്യേകിച്ച് ദൈവത്തിന് മുമ്പിൽ നമ്മൾ നെഗറ്റീവായിട്ട് നമ്മളെ തന്നെ ഇകഴ്ത്തിയോ നമ്മളെ തന്നെ അങ്ങ് ചീഞ്ഞു നാറിയവനായിട്ട് നമ്മെ അങ്ങ് പുഴുവായിട്ട് ഒരിക്കലും കർത്താവിന് മുമ്പിൽ നമ്മെ സമർപ്പിക്കരുത്. ദൈവത്തിന്റെ മകനായി, ദൈവത്തിന്റെ മകളായി, വീണ്ടെടുക്കപ്പെട്ടവനായിട്ട്, നീതീകരിക്കപ്പെട്ടവനായിട്ട്, പാപക്ഷമ പ്രാപിച്ചവനായിട്ട്, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവനായിട്ട് നമ്മെ എപ്പോഴും ദൈവസ്ഥാനിൽ നമ്മൾ സമർപ്പിക്കണം. വിശ്വാസമുള്ളവനായിട്ട് നമ്മെ സമർപ്പിക്കണം. ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്നവനായിട്ട് നമ്മെ സമർപ്പിക്കണം. തീർച്ചയായിട്ടും കർത്താവ് അതുകൊണ്ട് ഹൃദയത്തിൽ സ്തോത്രം സന്തോഷിക്കും. എന്നിട്ട് സ്വർഗത്തിൽ നിന്ന് ഒരു വാക്ക് ഇങ്ങോട്ട് പറഞ്ഞു വിടും, നീ സൗഖ്യമായി കൊള്ളുക. സ്തോത്രം. ഇവിടെ എന്താ സംഭവിക്കുന്നത്?
യേശു അതിശയിച്ചു. എന്നിട്ട് സ്തോത്രം താഴേക്ക് വരുമ്പോൾ യേശു പറയുകയാണ് ശതാധിപനോട്, പോക മകനെ, നീ സമാധാനത്തോടെ പൊക്കൊള്ളുക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. കർത്താവ് ആ വാക്ക് അവൻ സൗഖ്യമാകട്ടെ എന്ന് വളരെ ദൂരത്ത് നിന്ന് പറഞ്ഞ നിമിഷം തന്നെ ഈ ബാല്യക്കാരൻ ഭവനത്തിൽ സൗഖ്യമുള്ളവനായി. നമ്മുടെ കർത്താവ് എത്ര മഹാനാം നോക്കിയേ. ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. കർത്താവ് നേരിട്ട് വന്ന് നമ്മുടെ ശരീരത്തിൽ കൈവച്ച് സൗഖ്യമാകട്ടെ എന്ന് പറയേണ്ട ആവശ്യമേ ഇല്ല. ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. അവിടുത്തെ വായിൽ നിന്ന് വരുന്ന, അവിടുത്തെ അധരത്തിൽ നിന്ന് വരുന്ന ഒരു ലാവണ്യ വാക്ക് മതി നമ്മെ സൗഖ്യമാക്കുവാനായിട്ട്. തുടർന്ന് പത്രോസിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. പത്രോസിന്റെ അമ്മായിയമ്മ പനിയായി കിടക്കുന്നു. ഹല്ലേലൂയ, തൊട്ട് സൗഖ്യമാക്കി. വേറെ എഴുതിയിരിക്കുന്നത് അമ്മായിയമ്മ എഴുന്നേറ്റ് ഈ ക്രിസ്തുവിനെ ശുശ്രൂഷിച്ചു, യേശുവിനെയും കൂടുതലുള്ളവരെ ശുശ്രൂഷിച്ചുവെന്നാണ്. തുടർന്ന് ധാരാളം ഭൂതഗ്രസ്തരെ കൊണ്ടുവന്നു. അവരെ എല്ലാം കർത്താവ് സൗഖ്യം. പക്ഷെ നമ്മളവിടെ ഒരു കാര്യം കാണുന്നുണ്ട്. കർത്താവ് ഒന്ന് ബന്ധപ്പെടുകയാണ് അവിടെ നിന്ന് മാറുവാനായിട്ട്. വേറെ എന്തോ ഒരു വലിയ കാര്യം ചെയ്യുവാൻ കർത്താവ് ഉദ്ദേശിച്ചു. ഒരു പക്ഷേ കർത്താവ് മലയുടെ മുകളിൽ ഇരുന്നപ്പോൾ തന്നെ ഹല്ലേലൂയ അവിടുന്ന് കണ്ടു കാണും, എനിക്ക് ഇന്ന് വലിയ അത്ഭുതം ചെയ്യുവാനുണ്ട്, ഹല്ലേലൂയ ഭയങ്കരമായ ഒരു സൗഖ്യം നടത്തുവാനുണ്ട്. അതിനുള്ള ബദ്ധപ്പാടിലാണ് കർത്താവ്. അതുകൊണ്ട് ശിഷ്യന്മാരോട് പറയുകയാണ്, ഒരു പടകിൽ കയറിയിട്ട് നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന് ശിഷ്യന്മാരോട് പറയുകയാണ്. അങ്ങനെ കർത്താവ് അക്കരയ്ക്ക് പോവുകയാണ്. അറിയാമല്ലോ, പലരും ചോദിക്കാറുണ്ട്, ദൈവം ഉറങ്ങുമോ? കർത്താവ് അമരത്ത് തലണ വെച്ച് ഉറങ്ങിയെന്നാണ് എഴുതിയിരിക്കുന്നത്. പലരും ചോദിക്കാറുള്ള ചോദ്യമാണ്, ദൈവം ഉറങ്ങുമോ? കാരണം ഇസ്രായേലിന്റെ കാവൽക്കാരൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. ഞാനൊരു കാര്യം ഇവിടെ പറഞ്ഞു കൊള്ളട്ടെ. ഇവിടെ ദൈവശാസ്ത്രപരമായിട്ട് ഒരു വസ്തുത പ്രിയമുള്ളവർ മനസ്സിലാക്കണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നു. ഒരു മനുഷ്യന്, ഒരു പുരുഷന് സ്തോത്രം പാപമൊഴികെ ബാക്കി എന്തെല്ലാം കാര്യത്തിൽ ഒരു പുരുഷൻ ഇൻവോൾവ് ചെയ്യാമോ തന്നെ എന്തെല്ലാം ഫീലിങ്സ് തന്നിൽ ഉണ്ടാകുമോ പാപമൊഴികെ, അതെല്ലാം കർത്താവിനുണ്ടായിരുന്നു. കർത്താവിന് ദാഹം ഉണ്ടായിരുന്നു, കർത്താവിന് വിശപ്പുണ്ടായിരുന്നു, കർത്താവിന് ക്ഷീണമുണ്ടായിരുന്നു. സ്തോത്രം. ഒരു മനുഷ്യനായിട്ട് കർത്താവ് ഉറങ്ങുമായിരുന്നു, കർത്താവ് കരഞ്ഞു. ഇതെല്ലാം ഒരു മനുഷ്യനായിട്ട് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ തന്നെ അവിടുന്ന് അത്യുന്നതനും സർവശക്തനുമായ ദൈവം കൂടെയാ. പൂർണ്ണ മനുഷ്യൻ, പൂർണ്ണ ദൈവം. ഇപ്പോൾ മനസ്സിലായല്ലോ. ഇനിയും ആരും ചോദിക്കരുത് എന്തുകൊണ്ടാ തലണ വെച്ചുറങ്ങിയ. കാരണം ഹല്ലേലൂയ കഴിഞ്ഞ ഒരു ദിവസമായിട്ട് മുഴുവൻ പ്രവൃത്തിയാ, സംസാരമാ, പ്രസംഗമാണ്. അതിനുശേഷം രോഗശാന്തിയാണ്. അനേകർ ചുറ്റും വന്ന് നിൽക്കുന്നു. ഒരുപക്ഷെ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കുവാൻ സാധിച്ചെന്ന് വരികയില്ല. സ്തോത്രം. അത്ര ദാഹവും പ്രയാസവുമായിരിക്കാം. പലപ്പോഴും അവര് പട്ടിണിയായിരുന്നുള്ളത് നമുക്കറിയാമല്ലോ. 5 അമ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതും ഹല്ലേലൂയ 7000 പേരെ പോഷിപ്പിച്ചതും നമുക്കറിയാമല്ലോ. പലപ്പോഴും വെള്ളം പോലും കുടിക്കാതെ പൂർണ്ണ സമയം പിതാവിന്റെ പ്രവൃത്തിയെ ചെയ്തുകൊണ്ടിരുന്നതാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് പെട്ടെന്ന് ഒരു ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് അക്കരയ്ക്ക് പോകാം എന്ന് പറഞ്ഞ് പടകിൽ കയറിയപ്പോഴേ കർത്താവ് എന്ത് ചെയ്തു? അമരത്ത് പോയി ഉറങ്ങുവാൻ ആരംഭിച്ചു. വളരെ പെട്ടെന്ന് ആ തടാകം ഹല്ലേലൂയ കലുഷിതമാവുകയാണ്. ഒരു കൊടുങ്കാറ്റടിച്ചു, തിരമാലകൾ ഉയർന്നു. ഈ നൗക, ഈ പടക് പൊങ്ങുകയും താഴുകയും പൊങ്ങുകയും താഴുകയും ചെയ്യുവാൻ തുടങ്ങി. അവരാകപ്പാട് ഭയപ്പെട്ടു. സ്തോത്രം. ഓർത്തു നോക്കിക്കേ, കുറച്ചു മുമ്പ് അത്ഭുതങ്ങൾ കണ്ടവരാണ്, കുറച്ചു മുമ്പ് ഉപദേശം കേട്ടവരാ. നമ്മെ തന്നെ ഇതിലൊന്ന് ചേർത്ത് വെച്ച് കൊള്ളണം. നാം എന്നും ഉപദേശം കേൾക്കുന്നവരാ, നാം അത്ഭുതങ്ങൾ കാണുന്നവരാ. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഹല്ലേലൂയ ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നവരാ. എങ്കിലും ഹല്ലേലൂയ ബലഹീനരായ നമ്മളിലും പലപ്പോഴും ഇതുപോലുള്ള ഭയങ്ങൾ വന്നു പോകാം. ഇന്ന് എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ മകനെ, മകളെ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഭയത്തിലാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങ് തോന്നുകയാണ്, ഞാൻ ദിവസങ്ങളായി പ്രാർത്ഥിക്കുന്നു, എന്താ ദൈവം ഉറങ്ങുകയാണോ, എന്താ കർത്താവ് ഉറങ്ങുകയാണോ, എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലല്ലോ എന്ന ഒരു ചിന്തയോടുകൂടി ഒരു വ്യക്തിയെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, പ്രിയ മകളെ, പ്രിയ മകനെ, ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നവനല്ല, ഉറങ്ങുന്നവനല്ല. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് ഇപ്പോൾ ഉറങ്ങുകയല്ല. കർത്താവ് മഹത്വത്തിന്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ പ്രാർത്ഥനകളെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുക. പിതാവിനോട് നമുക്ക് വേണ്ടി യാചിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇത് ഏറ്റെടുത്തുകൊള്ളണം. നിങ്ങളുടെ വിഷയങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഹല്ലേലൂയ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളുടെ വിഷയങ്ങൾ കൊണ്ടുവന്ന്, ഹല്ലേലൂയ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഭിത്തിയിലേക്ക് നിങ്ങളുടെ വിഷയങ്ങൾ കൊണ്ടുവന്ന്, ഹല്ലേലൂയ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ആ വിഷയത്തോട് ചേർത്ത് വെച്ച് നോക്കിയേ. നമ്മുടെ കർത്താവ് ഉറങ്ങുകയല്ല, അവൻ ഉണർന്നിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ ബിസിയാണ്, നമ്മൾക്ക് വേണ്ടി തിരക്കിലാണ്. സ്തോത്രം. ഹല്ലേലൂയ.
നമ്മുടെ വിഷയങ്ങളെല്ലാം അവൻ ഏറ്റെടുത്തിരിക്കുകയാണ്. പിതാവിന്റെ സന്നിധിയിൽ എപ്രകാരം സ്തോത്രം ഒരു കോടതിയിൽ ഒരു ന്യായാധിപന് മുമ്പാകെ ഹല്ലേലൂയ കേസ് കെട്ടിൽ അടുക്കി വെച്ചിരിക്കുന്നു. ആ ഓരോ കേസ് കെട്ടെടുത്തിട്ട് ഓരോ കേസെടുത്ത് ആ ന്യായാധിപൻ എപ്രകാരം വിധി പറയുന്നു, അതുപോലെ നമ്മുടെ വിഷയങ്ങൾ പിതാവിന്റെ സന്നിധിയിൽ ആ ന്യായാധിപ സംഘത്തിന് മുമ്പില് സ്തോത്രം ഹല്ലേലൂയ ആ കോർട്ട് റൂമില് സ്തോത്രം ഹല്ലേലൂയ കോടതി മുറിയില് ആ സ്വർഗീയ കോടതിയില് വെച്ചിരിക്കുകയാണ്. അടുക്കി വെച്ചിരിക്കുക. വക്കീലായിട്ട് നമുക്ക് വക്കീലായിട്ട് സ്തോത്രം വാദിഭാഗം വക്കീലായിട്ട് നമ്മുടെ കർത്താവ് അവിടെ ഇരിക്കുന്നത്. സ്തോത്രം ഹല്ലേലൂയ. നമ്മെ പ്രതിയാക്കുവാൻ ആർക്കും സാധിക്കില്ല, കാരണം നമ്മുടെ കർത്താവാണ് നമ്മുടെ വക്കീല്. ഹല്ലേലൂയ. ഓരോ ഹല്ലേലൂയ വിഷയങ്ങളും പിതാവിന്റെ കയ്യിലോട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം ഹല്ലേലൂയ. പിതാവ് അതിനുമേൽ ഉത്തരമരുളുകയാണ്, അതിനുമേൽ വിധി കൽപ്പിക്കുകയാണ്. സ്തോത്രം. വളരെ വേഗം തന്നെ സ്തോത്രം നമുക്ക് ആ മറുപടി ലഭിച്ചിരിക്കും. ഏറ്റെടുത്തുകൊള്ളണം ഇപ്പോൾ തന്നെ. സ്തോത്രം. ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് സാക്ഷ്യമായിരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾ വചനം ഏറ്റെടുത്തത് കാരണം ഞങ്ങളുടെ ഹല്ലേലൂയ ആ വളരെ നാളുകളായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ മറുപടി ഇറങ്ങി വന്നു ദൈവദാസ എന്ന് നിങ്ങൾ ഹല്ലേലൂയ അടുത്ത സഭാരാധനയില് നിങ്ങൾ ദേവദാസനോട് സാക്ഷ്യം വരണം. ദൈവത്തെ ദൈവസന്നിധിയിൽ മഹത്വപ്പെടുത്തണം. നിങ്ങൾ ഒരുമിച്ച് മഹത്വപ്പെടുത്തണം. സ്തോത്രം. കർത്താവ് ഇത് ചെയ്തിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സ്തോത്രം. വിശ്വാസത്തോടെ അത് പ്രഖ്യാപിക്കുകയാണ്. സ്തോത്രം. എനിക്ക് യഥാർത്ഥത്തില് സങ്കീർത്തനങ്ങളിലേക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ സമയമായി കഴിഞ്ഞു. സ്തോത്രം. എനിക്ക് തോന്നുന്നു ഹല്ലേലൂയ ഞാൻ എൻ്റെ ഹൃദയത്തിൽ വിചാരിക്കുകയാണ്, നിങ്ങൾ ഇപ്പോൾ ഈ കേട്ടില്ല, ഇത് നിങ്ങൾ ഏറ്റെടുത്തില്ലേ, ഇത് മതി, ഇതൊരു വാക്ക് മതി. കർത്താവിന്റെ അധരങ്ങളിൽ നിന്ന് വരുന്ന ഒരു ലാവണ്യ വാക്ക് മതി. സ്തോത്രം. നമ്മൾ വായിച്ചു കേട്ട കുറിവാക്യം മതി. എന്താണ് നമ്മൾ വായിച്ചത്? ഹല്ലേലൂയ. അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തത ഉണ്ടായി. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. നാം ഓരോരുത്തരുടെയും ജീവിതത്തില്, നമ്മുടെ ശരീരത്തില്, നമ്മുടെ മനസ്സില്, നമ്മുടെ ആത്മാവില് വലിയ ശാന്തത ഉണ്ടാവുവാൻ പോവുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ജീവിത പ്രശ്നങ്ങളാൽ ഒരു വ്യക്തിയെങ്കിലും സ്തോത്രം കലുഷിതമായിരിക്കുന്ന ചിന്താഭാരങ്ങളിലാണെങ്കിൽ പ്രിയമുള്ളവനെ, പ്രിയമുള്ളവളെ, പ്രവചിച്ചു പറയുക. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് എഴുന്നേറ്റ് അതിനെ ശാസിക്കുവാൻ പോവുകയാണ്. കർത്താവ് എഴുന്നേറ്റ് പറയുകയാണ്, കാറ്റേ അടങ്ങുക, കടലേ അടങ്ങുക. ഹല്ലേലൂയ. വലിയ ശാന്തതയിലേക്ക്, വലിയ സ്വസ്ഥതയിലേക്ക് പ്രിയമുള്ളവർ ഓരോരുത്തർ ദിവസങ്ങൾ കടന്നു വരുവാൻ പോവുകയാണെന്ന് പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട് ദൈവത്തിൽ ആശ്രയിച്ച് യേശുവിന്റെ നാമത്തിൽ ഈ സഭയുടെ മേൽ പ്രവചിച്ചു പറയുകയാണ്. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയും സമയം എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ ഞാൻ ഹല്ലേലൂയ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളോടുള്ള സ്നേഹത്തെ അറിയിക്കുന്നു. പ്രത്യേകാൽ പ്രിയ കർത്തദാസൻ ഷജു പാസ്റ്ററെ ഹല്ലേലൂയ ഞാൻ പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇത്രയും ജനത്തെ ഒരുമിച്ച് കൂട്ടി അവരെ ഉപവാസത്തോടെ ഹല്ലേലൂയ പരിപാലനം ചെയ്ത് അവരുടെ പ്രയാസങ്ങളെ, അവരുടെ ദുഃഖങ്ങളെ, അവരുടെ രോഗ വിവരങ്ങളെ, അവരുടെ ആശങ്കകളെ ദൈവസ്ഥനിൽ സമർപ്പിച്ചുകൊണ്ട് ഈ ദിവസങ്ങൾ ഉപവാസത്തോടെ ആയിരിക്കുവാൻ ഹല്ലേലൂയ പ്രിയ ദേവദാസൻ ഒരുക്കമായല്ലോ. സ്തോത്രം. ഒരുങ്ങിയല്ലോ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, കുടുംബമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് പ്രിയ ആരോൺ മോൻ. സ്തോത്രം. ഒരു വാക്ക് പ്രിയ ആരോൺ മോന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സ്തോത്രം ഞാൻ ദൈവസ്ഥനത്തിൽ താഴ്മയോടെ ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, പ്രാർത്ഥനയിൽ ഞങ്ങൾ അനേക വിഷയങ്ങൾ പ്രാർത്ഥിച്ചല്ലോ, അനേകരുടെ പേരുകൾ പറഞ്ഞല്ലോ. പ്രിയ ആരോൺ മോന്റെ പേര് കേട്ടുള്ള ദൈവമായ കർത്താവേ, ആ പൈതൽ കടന്നു പോകുന്ന പ്രയാസം എന്തുമായിക്കൊള്ളട്ടെ കർത്താവേ, അവിടുത്തെ മഹത്വമുള്ള വലത് ഭുജം ഇപ്പോൾ തന്നെ ആ പ്രശ്നമുള്ള ഭാഗത്തേക്ക് വച്ച് കർത്താവെ ആ പ്രശ്നത്തെ അവിടുന്ന് പൂർണ്ണമായിട്ട് എന്നേക്കുമായിട്ട് ഇപ്പോൾ പരിഹരിക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നപ്പ. ജനം ആമേൻ പറയട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ തന്നെ ആകട്ടെ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ഇത്രയും സമയം അനുവദിച്ച ദേവദാസനോട് സഭയോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഹല്ലേലൂയ താഴ്മയുടെ ദിവസം എല്ലായിരിക്കുന്നു. കർത്താവ് ഇവരെയും അനുഗ്രഹിക്കട്ടെ.